മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ വീണ്ടും കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ എലത്തൂർ ട്രെയിൻ തീവയ്പ് കേസിൽ പ്രതി ഷറൂഖ് സേഫിയുടെ വൈദ്യപരിശോധന അല്പസമയത്തിനകം നടക്കും. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടക്കുക. വിശദാംശങ്ങളുമായി റിയാസ് KMR കോഴിക്കോട് നിന്ന് ചേരുന്നു. റിയാസ്, ഈ പ്രതിയുമായുള്ള വാഹനം ഈ ബീച്ച് ആശുപത്രിയിലേക്ക് എത്തിയോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, കോഴിക്കോട് ബീച്ച് ആശുപത്രി എന്ന് പറയാനാവില്ല. ബീച്ച് ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ ആയാണ് വൈദ്യപരിശോധന നടക്കുക. നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാനും നമ്മുടെ ക്യാമറ പേഴ്സൺ സജീദ് തറയിലും ഉള്ളത്. മറ്റൊരു ക്യാമറ പേഴ്സൺ ആയിട്ടുള്ള വസീം അഹമ്മദ് ഉള്ളത് ബീച്ച് ആശുപത്രിയിലുമാണ്. അങ്ങനെ ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും പരിശോധന നടത്താവുന്ന രീതിയിലാണ്. ആദ്യം തന്നെ ഈ മാലൂർ കുന്നിലെ കോഴിക്കോട് സിറ്റി പോലീസിന്റെ ക്യാമ്പിൽ നിന്നും ആദ്യം ഒരു വാഹനം പുറപ്പെട്ടിരുന്നു. അതിൽ നിറയെ പോലീസുകാരും ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രതിയുണ്ട് എന്ന് ഒരു തെറ്റിദ്ധരിച്ച് ചില മാധ്യമങ്ങൾ അതിനെ പിന്തുടർന്നെങ്കിലും അതിനകത്ത് പ്രതിയില്ല എന്ന് വ്യക്തമാവുകയായിരുന്നു. തുടർന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഹാജരാക്കാനാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടേക്ക് എത്തിയത്. എന്നാൽ ഇവിടേക്ക് ഈ പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരും എന്നൊരു സൂചന മാത്രമാണ് ഈ മെഡിക്കൽ കോളേജ് അധികൃതർക്കും ജീവനക്കാർക്കും ലഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ബീച്ച് ആശുപത്രിയിലും സമാനമായൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത് NIA ഒപ്പം തന്നെ ATS അടക്കമുള്ള ദേശീയ ഏജൻസികൾ ഉൾപ്പെടെ അന്വേഷിക്കുന്ന ഒരു കേസ് കൂടിയാണ്. അതെല്ലാം അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ നേരത്തെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഏത് ആശുപത്രിയിൽ വേണമെങ്കിലും, അത് ചിലപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകാം, അതല്ലെങ്കിൽ ബീച്ച് ആശുപത്രിയിലാകാം എന്ന രീതിയിൽ ഒരു കൃത്യമായി എവിടെ വെച്ച് വൈദ്യപരിശോധന നടത്തും എന്ന് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കാത്തത് വളരെ ഒരു ഗൗരവകരമായ രീതിയിൽ തന്നെയാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്ര രത്നഗിരിയിൽ നിന്നും പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഒരു സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു. അതായത് രത്നഗിരിയിൽ നിന്നും തലപ്പാടി വരെ, കേരള അതിർത്തിയായ തലപ്പാടി വരെ പ്രതിയെ കൊണ്ടുവന്നത് ഇന്നോവ കാറിലാണ്. ATSന്റെ DYSP അബ്ദുറഹിമായിരുന്നു മഹാരാഷ്ട്ര ATSൽ നിന്നും ഈ പ്രതിയെ കേരള പോലീസിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തിന് വേണ്ടി ഏറ്റുവാങ്ങിയത്. തുടർന്ന് അദ്ദേഹം അടക്കമുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ തലപ്പാടിയിൽ നിന്നും ഫോർച്യൂണറിലാണ് ഈ പ്രതിയെ പിന്നീട് കൊണ്ടുവന്നത്. കേരളത്തിൽ ഈ പ്രതി സഞ്ചരിച്ച ഫോർച്യൂണറിലാണ്. എന്നാൽ ആ വാഹനം നേരെ ദേശീയപാതയിലൂടെ വരുന്നതിന് പകരം കൂത്തുപറമ്പ് റോഡിലേക്ക് തിരിഞ്ഞ് കണ്ണൂർ കാടാച്ചിറ എത്തിയപ്പോൾ ആ വാഹനത്തിന് ടയർ പഞ്ചറാവുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ ഒരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചു. മാത്രമല്ല പിന്നീട് എടക്കാട് പോലീസിന്റെ ഒരു ബൊലേറോ ജീപ്പ് വന്നെങ്കിലും അതിനും യന്ത്ര തകരാറുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഒരു സ്വകാര്യ വാഹനം വാഗണർ കാർ എത്തിച്ചാണ് ആ വാഗണർ കാറിലാണ് പ്രതിയെ കൃത്യം 6 മണിക്ക് കോഴിക്കോട് മാലൂർ കുന്നിലെ പോലീസ് ക്യാമ്പിൽ എത്തിച്ചത്. തുടർന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തലവനായ ADGP MR അജിത് കുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ പ്രതി പലതും മൊഴി പറയാൻ വേണ്ടി, അതായത് ചോദ്യം ചെയ്യലിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ചില സൂചനകൾ പ്രതി സമ്മതിക്കുകയും ചെയ്തു. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ താൻ കുറ്റം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു സമ്മതം നടത്തിയെങ്കിലും ഈ തന്റെ പിന്നിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായി പ്രതികരിക്കാൻ ഈ പ്രതി തയ്യാറായില്ലെന്നൊരു വിവരമാണ് ലഭിച്ചത്. അതിനിടെയാണ് പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി ഉടൻ തന്നെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയത്. പിന്നീട് റിയാസ് ഇപ്പോൾ